ഇന്ന് നല്ല സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി കേക്ക് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്ത ശേഷം അതിലുള്ള സീഡ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തൊലിയോട് കൂടി തന്നെയായിട്ട് ഒരു ഓറഞ്ച് നമ്മൾ ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയ പീസാക്കിയ ശേഷം ഇതിലുള്ള ഓരോ സീഡും നമുക്ക് മാറ്റിയെടുക്കണം. എല്ലാവർക്കും അറിയാലോ, സീഡ് പെട്ടെന്ന് നമുക്ക് എന്തായാലും ഇതിൻ്റെ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ എല്ലാ സീഡും മാറ്റിയെടുത്ത് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ കത്തി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാം അതുപോലെ ചെയ്ത ശേഷം നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് അത്യാവശ്യം മധുരമുള്ളതായതുകൊണ്ട് അരക്കപ്പ് പഞ്ചസാര തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെയും മുട്ടേൻ്റെയൊക്കെ സൈസിനനുസരിച്ച് ചിലപ്പോൾ പൊടിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ടെടുത്താൽ മതി. ഇനിയിപ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ രീതി അറിയാമല്ലോ, ആ രീതിയിൽ ആക്കിയെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട 1 കപ്പ് പൊടി കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 7 ഇഞ്ചിൻ്റെ പാന് ഞാനിതുപോലെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കേക്ക് ഫ്രൈ പാനിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നില്ല, ഫ്രൈ പാനിലാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഫ്രൈ പാനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു 25 മുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ബേക്കായി വരും. ഇപ്പോൾ ഇതാ 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേക്കൊക്കെ എപ്പോഴും നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഓവനോ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.